എഫിന്റെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൌണ്ടറിൽ സമ്മതിച്ചു. തീർച്ചയായിട്ടും ഈ ഗണേശുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യു.ഡി.എഫിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് സത്യമാണ്. അത് യു.ഡി.എഫിലെ ഓരോ ഘടകകക്ഷികളും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യു.ഡി.എഫിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഗുണകരമാണോ എന്ന ഒരു ചിന്ത എല്ലാ കക്ഷികൾക്കും നേതാക്കന്മാർക്കും ഉണ്ടായാൽ മാത്രമേ മുന്നണിയെ നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇത്തരം സംഭവങ്ങൾ പൊതുജീവിതത്തിൽ നിൽക്കുന്ന ആളുകൾ വളരെ സൂക്ഷിച്ച് ഗാർഹിക പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ അവധാനതയോടുകൂടി അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ്. മന്ത്രിസഭാ പുനഃസംഘടന എല്ലാവരുമായി ആലോചിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ. തന്റെ മന്ത്രിസഭാ പ്രവേശനത്തിലുള്ള സാഹചര്യം നിലവിലില്ലെന്ന് ആദ്യം മറുപടി നൽകിയ രമേശ് ചെന്നിത്തല എന്നാൽ സോണിയാഗാന്ധി പറഞ്ഞാൽ അനുസരിക്കുമെന്നും വ്യക്തമാക്കി. സോണിയാഗാന്ധിക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ താങ്കൾ മന്ത്രിയാകാനും തയ്യാറാണ്? സോണിയാഗാന്ധിക്ക് ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം ഞാൻ നിൽക്കും. അത് മന്ത്രിസ്ഥാനത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സോണിയാഗാന്ധി കാരണം ഞാൻ ആ കുടുംബവുമായിട്ട് അത്ര ബന്ധമുള്ള ഒരാളാണ്. ഇന്ദിരാഗാന്ധിയാണ് എന്നെ NSU പ്രസിഡന്റ് ആകുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധിയോടൊപ്പം രാജീവ് ഗാന്ധി 4 തലമുറയോടൊപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ കുടുംബവുമായിട്ടും അവരുമായിട്ടും അവരുടെ നേതൃത്വവുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. യു.ഡി.എഫിൽ പങ്കെടുക്കാതെ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നവരാണ് മുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ആരാണ് മുന്നണിക്കുള്ളിലെ ശത്രുക്കൾ? അത് വിവാദ പ്രസ്താവനകൾ നടത്തുന്ന എല്ലാവരും പറയേണ്ട കാര്യങ്ങൾ യു.ഡി.എഫിൽ പറയണം. യു.ഡി.എഫിൽ വരുത്തില്ല. യു.ഡി.എഫിൽ വരാൻ സമയമില്ല. വെളിയിൽ പ്രസ്താവനകൾ നടത്തുന്നു. യു.ഡി.എഫിനകത്ത് പറയുന്ന കാര്യങ്ങൾ തെറ്റില്ല. ഏതെങ്കിലും കക്ഷിക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതായത് ഫോറത്തിൽ പറയണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ ആർക്കും തോന്നിയ പോലെ പറയാനുള്ള അവസരം ഇനി ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. എല്ലാത്തിനും അഭിപ്രായങ്ങൾ പറയുകയും കുഴപ്പമുണ്ടാക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും അനാവശ്യ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നതിന് ഒരു വിരാമം യു.ഡി.എഫ് ഇടും. പി.സി. ജോർജ് യു.ഡി.എഫിന് അനഭിമതനല്ല. ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ പറഞ്ഞ് ജോർജ് വിവാദമുണ്ടാക്കരുത്. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യം ഉയർന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ചെറിയ കക്ഷികളും വലിയ കക്ഷികളും യു.ഡി.എഫിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.